ഹായ്, ഞാനിവിടെ പറയാൻ പോകുന്നത് മോഡൽസ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. ഇത്തരം ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നമുക്കറിയാം ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിലും ഒരു ക്രൂഷ്യലായിട്ടൊരു പ്രോസസ്സ് തന്നെയാണ്. അതുപോലെ തന്നെ 1953 വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ ഡി എൻ എയുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചിരുന്നു, ഡബിൾ ഹെലിക്സ് ആണെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റെപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു എന്നാണ്. ഈ ഒരു ഡബിൾ ഹെലിക്സിൻ്റെ സ്ട്രക്ചർ ദിസ് ലിഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് 3 മേജർ മോഡൽസ്: കൺസർവേറ്റീവ്, സെമി കൺസർവേറ്റീവ് ആൻഡ് ഡിസ്പേഴ്സീവ് മോഡൽസ്. വാട്സൺ ആൻഡ് ക്രിക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു ദാറ്റ് ഡബിൾ ഹെലിക്സ് ഡി എൻ എ അത് അൺവൈൻഡ് ചെയ്തിട്ട് അതിന് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ടാകുമെന്ന്. അതേപോലെ തന്നെ 3 പോസിബിലിറ്റീസ് ദാറ്റ് സെമി കൺസർവേറ്റീവ്, കൺസർവേറ്റീവ് ആൻഡ് ഡിസ്പേഴ്സീവ് മോഡൽസിൻ്റെ പോസിബിലിറ്റീസ് ഇവർ തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്തത്. അതിൻ്റെ പ്രൂഫ് ഉണ്ടാക്കിയതാണ് മീസൽസൺ ആൻഡ് സ്റ്റാർ എക്സ്പെരിമെൻറ്റ് ബൈ ഈ കോളൈ ബാക്ടീരിയ വെച്ചിട്ട്. മീസൽസൺ ആൻഡ് സ്റ്റാർ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ ചൂസ് ചെയ്ത ബാക്ടീരിയ ഈ കോളയാണ്. കാരണം ഈ കോളൈ ഓരോ 20 മിനിറ്റ്സിലും അതിൻ്റെ റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അമോണിയം ക്ലോറൈഡ് കണ്ടെയ്നിങ് നൈട്രജൻ 15 ഐസോട്ടോപ്പ്. നൈട്രജൻ 15 ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ഒരു ഹെവി ഐസോട്ടോപ്പാണ്. നൈട്രജൻ 15 കണ്ടെയ്നിങ് ഐസോട്ടോപ്പിലേക്ക് ഈ ഒരു ബാക്ടീരിയനെ അവർ ഗ്രൂ ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെവറൽ ജനറേഷൻസോളം ഈ ഒരു മീഡിയത്തിലിട്ട് അവർ വളരുമ്പോൾ അവരുടെ നൈട്രജൻ ബേസസ് 15 ഹെവി ഐസോട്ടോപ്പായിട്ട് മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ വാഷ് ഓഫ് ചെയ്ത് നൈട്രജൻ 14 ഐസോട്ടോപ്പിലായിട്ടുള്ള ഒരു മീഡിയത്തിലേക്ക് ഇവർ മാറ്റുന്നുണ്ട്. സെവറൽ ജനറേഷൻസോളം വളർത്തി കഴിഞ്ഞിട്ട് മറ്റൊരു മീഡിയം, അതായത് നൈട്രജൻ 14 ഉള്ള ഒരു മീഡിയത്തിലേക്ക് ഇവരെ ഗ്രൂ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡി എൻ എ എക്സ്ട്രാക്ഷനാണ് നടത്തുന്നത് വിത്ത് സെൻട്രിഫിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സീഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. സീഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രിഫിക്കേഷൻ ഫോഴ്സ് അനുസരിച്ച് ഈ ഒരു ഡി എൻ എനെ ഇപ്പോൾ ലോവസ്റ്റ് ഡെൻസിറ്റി ആണെങ്കിൽ അതിന് ഡി എൻ എന് ടോപ്പിലും, ഹയസ്റ്റ് ഡെൻസിറ്റി ആണെങ്കിൽ അതിനെ ബോട്ടത്തിലും എത്തിക്കാൻ ഈ ഒരു സീഷ്യം ക്ലോറൈഡിൻ്റെ ആറ്റോമിക് മാസിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് സീഷ്യം ക്ലോറൈഡ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു സെൻട്രിഫിക്കേഷൻ കഴിയുമ്പോൾ 3 പ്ലേസ് ആയിട്ടാണ് നമുക്ക് ഈ ഡി എൻ എനെ കാണാൻ പറ്റുന്നത്. ഒന്ന് ടോപ്പിൽ, ഒന്ന് നടുക്കിൽ, ഒന്ന് ബോട്ടത്തിൽ. അപ്പോൾ ടോപ്പിലെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹെവി നൈട്രജൻ ആയിരിക്കും ഉള്ളത്. നടുക്കെന്ന് പറയുമ്പോൾ അത് നൈട്രജൻ 15, 14 ആയിട്ടുള്ളൊരു ഹൈബ്രിഡ് ഡി എൻ എ ആണ് അവിടെ കാണപ്പെടുന്നത്. ബോട്ടത്തിലെന്ന് പറയുമ്പോൾ അവിടെ ഹെവി ഐസോട്ടോപ്പ് ആയിരിക്കും കാണപ്പെടുന്നത്. സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് ഡി എൻ എ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കാണാം, ഫസ്റ്റ് ഒരു പാരൻ്റൽ ഡി എൻ എ ഉണ്ട്. അത് ഫസ്റ്റത്തെ ജനറേഷനിൽ അത് 2 ഡോട്ടർ ഡി എൻ എ ആയിട്ട് മാറിയിട്ടുണ്ട്. ഡോട്ടർ ഡി എൻ എയിൽ 1 കൺസിസ്റ്റ് ഓഫ് കംപ്ലീറ്റ് സ്ട്രാൻഡ് ഇൻഹെറിറ്റഡ് ഫ്രം ദ പാരൻ്റൽ ഡുപ്ലെക്സ്. പാരൻ്റൽ ഡുപ്ലെക്സിൽ നിന്ന് ഒരു കംപ്ലീറ്റ് സ്ട്രാൻഡ് അങ്ങനെ തന്നെ ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഫസ്റ്റ് ജനറേഷനിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷനിലും ഓരോ ഡോട്ടർ ഡ്യൂപ്ലെക്സിനും ഓരോ പാരൻ്റ് സ്ട്രക്ചർ അതിനകത്ത് കാണുന്നുണ്ട്. ഇൻ കൺസർവേറ്റീവ് റെപ്ലിക്കേഷനിൽ നമുക്ക് കണ്ടാൽ അറിയാം, ഒരു പാരൻ്റൽ ഡി എൻ എ ഫസ്റ്റ് ജനറേഷനിൽ 2 ഡോട്ടർ ഡി എൻ എ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ഡോട്ടർ ഡി എൻ എ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെയിം ആസ് ദ പാരൻ്റൽ ഡി എൻ എ, എന്നാൽ രണ്ടാമത്തെ ഡോട്ടർ ഡി എൻ എ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ ആണ്. അപ്പോൾ ജനറേഷൻ കഴിയുമ്പോഴും അതിനകത്ത് ഒരു പാരൻ്റൽ ഡി എൻ എ മാത്രമേ കാണുള്ളൂ, ബാക്കിയെല്ലാം ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ളൊരു ഡി എൻ എസ് ആയിരിക്കും. ഡിസ്പേഴ്സീവ് റെപ്ലിക്കേഷൻ നമുക്ക് കാണാം, പാരൻ്റൽ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രാഗ്മെൻറ്റ് ഡി എൻ എയും ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സെഗ്മെൻറ്റ് ഡി എൻ എയും കൂടി ജോയിൻ ചെയ്ത് ഒരു കംപ്ലീറ്റ് സ്ട്രാൻഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പേഴ്സീവ് മോഡലിൽ ഷോർട്ട് സെഗ്മെൻറ്റ്സ് ഓഫ് പാരൻ്റൽ ഡി എൻ എ ആൻഡ് ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ ആണ് കാണപ്പെടുന്നത്. ഈ ഒരു കൺസർവേറ്റീവ് റെപ്ലിക്കേഷനിൽ പാരൻ്റൽ ഡി എൻ എയുടെ ഡിസപ്പിയറൻസും അതുപോലെ തന്നെ ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എയുടെ അപ്പിയറൻസും കാരണം ഈ ഒരു മോഡൽ എലിമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിസ്പേഴ്സീവ് റെപ്ലിക്കേഷനിൽ ഷോർട്ട് സെഗ്മെൻറ്റ്സ് ഓഫ് പാരൻ്റൽ ഡി എൻ എ ആൻഡ് ന്യൂ ഡി എൻ എ ആ ഒരു അപ്പിയറൻസ് കാരണം ഈ ഒരു ഡിസ്പേഴ്സീവ് റെപ്ലിക്കേഷനും എലിമിനേറ്റ് ചെയ്തു. ആസ് എ റിസൾട്ട് മീസൽസൺ ആൻഡ് സ്റ്റാർ എക്സ്പെരിമെൻറ്റ് ഈ ഒരു ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് എക്സ്പെരിമെൻറ്റ് വഴി കാണിച്ചു ദാറ്റ് ദ അൺഈക്വലി ദാറ്റ് റെപ്ലിക്കേഷൻ ഒക്കേഴ്സ് സെമി കണ്ടിന്യൂസ്ലി എന്ന്. ഇനി പറയാൻ പോകുന്നത് ബൈ ഡയറക്ഷൻ ആൻഡ് യൂണി ഡയറക്ഷണൽ റെപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. നമുക്കിവിടെ കാണാം ഒറൈസി സൈറ്റിന് ഇവിടെ ഒറിജിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ ഒറിജിനിൽ നിന്നാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ഡയറക്ഷനിലേക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്ന് ലീഡിങ് സ്റ്റാൻഡ് ആൻഡ് ലാഗിങ് സ്റ്റാൻഡ്, താഴ്ത്തും നമുക്ക് ലാഗിങ് സ്റ്റാൻഡ് ആൻഡ് ലീഡിങ് സ്റ്റാൻഡ്, അങ്ങനെയാണ് ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് പോകുന്നത്. ഇതിനെയാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. യൂണി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റൊരു സൈഡിൽ നിന്ന് എൻഡ് ചെയ്യുന്നു. അവിടെ ഒരു ലീഡിങ് സ്റ്റാൻഡും ഒരു ലാഗിങ് സ്റ്റാൻഡും മാത്രമേ കാണുള്ളൂ. ഇതാണ് ബൈ ഡയറക്ഷൻ ആൻഡ് യൂണി ഡയറക്ഷണൽ റെപ്ലിക്കേഷൻ. പറയാൻ പോകുന്നത് തീറ്റ മോഡൽ ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്.
സോ നമുക്കിവിടെ കാണാം DNA A അല്ലെങ്കിൽ ഹെലിക്കേസ് എൻസൈം വന്നിട്ട് ഒറൈസി സൈറ്റിൽ ബൈൻഡ് ചെയ്ത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ബൈ ഡയറക്ഷണൽ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലേക്കും റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് മേളിൽ കാണാം, മേളിൽ ലീഡിങ് ആൻഡ് ലാഗിങ് സ്റ്റാൻഡ് പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് ഒരു കോംപ്ലിമെൻ്ററി DNA സിന്തസൈസ് ചെയ്യുമ്പോൾ താഴ്ത്തുനിന്ന് ലാഗിങ് ആൻഡ് ലീഡിങ് സ്റ്റാൻഡ് പുതിയ ന്യൂക്ലിയോടൈഡിന് ആഡ് ചെയ്ത് പുതിയൊരു കോംപ്ലിമെൻ്ററി DNA അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു DNA അത് സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ബബിൾ ലൈക്ക് സ്ട്രക്ചറാണ് കാണാനല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ റെപ്ലിക്കേഷൻ ബബിൾ എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പകുതി എത്തുമ്പോൾ അതൊരു തീറ്റ ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിനെ തീറ്റ മോഡൽ ഓഫ് DNA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെപ്ലിക്കേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ലാഗിങ് ആൻഡ് ലീഡിങ് സ്ട്രാൻഡ് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇലോങ്ങേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനിയുള്ളത് ടെർമിനേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. സോ ഫസ്റ്റ് തന്നെ ഈ ഒരു പ്രൈമേഴ്സിനെ, അതായത് ലാഗിങ് ആൻഡ് ലീഡിങ് സ്ട്രാൻഡ് ഉണ്ടാക്കിയ ഒരു പ്രൈമേഴ്സിനെ പോളിമറൈസ് 1 എന്ന എൻസൈം വന്നിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ലിഗേസ് വന്നിട്ട് ഒക്കാസഗി ഫ്രാഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ലാഗിങ് സ്ട്രാൻഡിൻ്റെ ആ ഒരു ഗ്യാപ്പിനെ സീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു DNA ലിഗേസ്. സോ ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ടെർമിനേഷൻ റീജിയനിലെത്തുമ്പോൾ ടെസ് പ്രോട്ടീൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ വന്നിട്ട് ഈ ഒരു ഡോട്ടർ DNAസിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഈ തീറ്റ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ കഴിഞ്ഞു. ആൻഡ് ഇനി പറയാൻ പോകുന്നത് റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ. ഇതെന്ന് പറയുമ്പോൾ യൂണി ഡയറക്ഷണൽ പ്രോസസ്സ് ആയിരിക്കും. ഒരൊറ്റ ഡയറക്ഷനിൽ റെപ്ലിക്കേഷൻ ഫോർക്ക് മൂവ് ചെയ്യുള്ളൂ. ഒരു ലീഡിങ് സ്റ്റാൻഡും ലാഗിങ് സ്റ്റാൻഡും മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ. ഇത് നടക്കുന്നത് സർക്കുലർ DNA RNA പ്ലാസ്മിഡിൽ ജീനോം ഓഫ് ബാക്ടീരിയോഫേജസ് ആൻഡ് സർക്കുലർ ജീനോം ഓഫ് വൈറോയിഡ്സിലൊക്കെയാണ് ഈ ഒരു റോളിംഗ് സർക്കിൾ മോഡൽ നടക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ദീസ് സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഈസ് ഹാവിങ് 2 മേജർ സൈറ്റ്സ്. ഇതിന് 2 സൈറ്റ്സ് ആണുള്ളത്. ഒന്ന് DSO ആൻഡ് SSO. DSO എന്ന് പറയുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ഓറിജിൻ ഓഫ് റെപ്ലിക്കേഷനും SSO എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ഓറിജിൻ ഓഫ് റെപ്ലിക്കേഷനും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. 2 സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു DSO സൈറ്റിൻ്റെ ഒറൈസി സൈറ്റിൽ വന്നിട്ട് റെപ്പ് പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ വന്ന് അവിടെ ഒരു നിക്ക് ഫോം ചെയ്യും. അതായത് ഒരു ബ്രേക്കേജ് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു സ്ട്രാൻഡ് 2 എൻഡാവും. ഒരു എൻഡ് 3' എൻഡും മറ്റൊരു എൻഡ് 5' എൻഡും. 3' എൻഡിൽ OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കും. അതുപോലെ 5' എൻഡിൽ റെപ്പ് പ്രോട്ടീൻ ബൗണ്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ 3' എൻഡ് എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രൈമർ വന്നിട്ട് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യും. പ്രൈമർ വരും, അതിന് DNA പോളിമറൈസ് 3 വന്നിട്ട് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യും. ഈ ഒരു ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞത് ഈ ഒരു സർക്കുലർ DNA അതിൻ്റെ കോംപ്ലിമെൻ്ററി DNA ആയിട്ടായിരിക്കും ഈ 3' എൻഡ് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് പോകുന്നത്. നമുക്കിവിടെ കാണാം, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു റെഡ് കളറ് കാണുന്നുണ്ട്. ഈ റെഡ് കളർ എന്ന് പറയുന്നത് പുതിയ ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും. 3' എൻഡ് പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് പോകുന്നതാണ് ഇതിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റെപ്പ് പ്രോട്ടീൻ ഈ ഒരു സ്ട്രാൻഡിനെ വലിച്ച് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു 3' എൻഡും ന്യൂക്ലിയോടൈഡ്സിനെ ആ ഒരു അറ്റത്തുനിന്ന് ആഡ് ചെയ്ത് റോള് ചെയ്ത് ഡിസ്പ്ലേസ് ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ കാണാം, ആ ഒരു ബ്ലൂ കളർ DNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു റെഡ് കളർ DNA അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രാൻഡും അവിടെ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് 2 സെപ്പറേറ്റ് DNA ആയിട്ട് കാണാം. അപ്പോൾ ഈ 2 DNAസും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെപ്പ് പ്രോട്ടീൻ തന്നെയാണ് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്നത്, അൺവൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും. അവർ രണ്ടുപേരും ബൗണ്ട് ചെയ്ത ആ ഒരു പ്രൈമേസ് ഒക്കെ ഉള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് DNA ലിഗേസ് വന്ന് ആ ഗ്യാപ്പ് സീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 സെപ്പറേറ്റ് സർക്കുലർ DNA ആയി. പക്ഷേ ഒരെണ്ണം സിംഗിൾ സ്റ്റാൻഡേർഡും ഒരെണ്ണം ഡബിൾ സ്റ്റാൻഡേർഡും ആണ്. അപ്പോൾ ആ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിംഗിൾ സ്റ്റാൻഡ് DNA ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം, ആ ഒരു സർക്കുലർ DNA മോർഫോളജി ചേഞ്ചസ് വരുത്തി അവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ആ ലൂപ്പിലേക്ക് പ്രൈമേസ് വന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈമർ വന്ന് ആഡ് ചെയ്തതിന് ശേഷം അത് വീണ്ടും സർക്കുലർ DNA ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അവിടെ പോളിമറൈസ് 3 വന്നിട്ട് ന്യൂക്ലിയോടൈഡിന് അഡീഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ ആ ഒരു പാരൻ്റൽ DNAക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി DNA അവിടെ ന്യൂക്ലിയോടൈഡ് അഡീഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതാണിപ്പോൾ നമുക്ക് കാണുന്നത്. ആ സിന്തസിസ് ഓഫ് സെക്കൻഡ് സ്റ്റാൻഡ് എന്നുള്ളതിൽ ആ റെഡ് കളർ എന്ന് പറയുന്നത് ന്യൂലി സിന്തസൈസ്ഡ് DNA ആണ്. അപ്പോൾ അതങ്ങനെ മൊത്തം സിന്തസൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ ഒരു പ്രൈമേഴ്സിനെ DNA പോളിമറൈസ് 1 വന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ആ ഒരു ഗ്യാപ്പ് DNA ലിഗേസ് വന്നിട്ട് സീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ കഴിഞ്ഞു.
ഇനി ഫിക്സ്ഡ് ഡബിൾ റെപ്ലിസോം മോഡൽ ഓഫ് ഡി എൻ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ മോഡൽ എന്താണെന്ന് നോക്കാം. സോ ഈ നോർമൽ കേസിൽ റെപ്ലിക്കേഷൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റർ പ്രോട്ടീൻസ് ലൈക്ക് ഹെലിക്കേസ് ആയാലും പോളിമറേസ് ആയാലും എല്ലാം വന്നിട്ട് ഡി എൻ എയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഹെലിക്കേസ് ആണെങ്കിൽ അത് ഡി എൻ എയിൽ കൂടി ഹൈഡ്രജൻ ബോണ്ട് വിട്ട് അത് ഡി എൻ എ അൺവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പോളിമറേസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഡി എൻ എയിൽ തന്നെ ഈ ഒരു പ്രോട്ടീൻസ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ബട്ടർഫ്ലൈ മോഡൽ ഓഫ് ഡി എൻ എയിൽ റെപ്ലിക്കേഷൻ മെഷീനറി അല്ലെങ്കിൽ ഇനിഷ്യേറ്റർ പ്രോട്ടീൻസ് ലൈക്ക് ഡി എൻ എ പോളിമറേസ്, ഹെലിക്കേസ്, പ്രൈമേസ്, SSB ഇതെല്ലാം അസംബിൾ അറ്റ് എ ഫിക്സഡ് ലൊക്കേഷൻ, ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഫിക്സ്ഡ് ആയിട്ട് അസംബിൾ ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാം ഒരു ബട്ടർഫ്ലൈ മോഡൽ പോലെയാണ് ഈ ഒരു ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈ മോഡൽ ഓഫ് ഡി എൻ എ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ടിലോമറേസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ടിലോമറേസ് എന്ന് പറയുമ്പോൾ എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം എന്നും പറയുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാണുന്നത് പാരൻ്റൽ സ്ട്രാൻഡും സെക്കൻഡ് കാണുന്നത് 3' to 5' എന്ന് പറയുന്നത് ഡോട്ടർ സ്ട്രാൻഡുമാണ്. അപ്പോൾ ഈ ഒരു 5' to 3' എൻഡിൽ ഒരു ഓവർ ഹാങ്ങിങ് കാണപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ടെർമിനേഷൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടായ പ്രൈമേഴ്സിനെ പോളിമറേസ് 1 വന്നിട്ട് അങ്ങോട്ട് ക്ലീവ് ചെയ്ത് കളയുന്നുണ്ട് പ്രൈമറിനെയൊക്കെ. അപ്പോൾ അങ്ങനെ പ്രൈമറിനെയൊക്കെ ക്ലീവ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഓവർ ഹാങ്ങിങ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവർ ഹാങ്ങിങ് വരുമ്പോൾ എൻഡോന്യൂക്ലിയസ് ആയ FEN1 ഒക്കെ വന്നിട്ട് ഈ ഒരു ഓവർ ഹാങ്ങിങ് പോർഷന് ക്ലീവ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു കോഡിങ് റീജിയനാണ് നമുക്കവിടെ നഷ്ടമാവുന്നത്. അപ്പോൾ അങ്ങനെ കോഡിങ് റീജിയൻ ക്ലീവ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് DNA ഡാമേജ് അല്ലെങ്കിൽ കുറേ ഡീഫോർമാലിറ്റീസൊക്കെ ഉണ്ടാവുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് ടീലോമറേസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ക്രോമോസത്തിൻ്റെ എൻഡിലായിട്ടാണ് ഈ ഒരു ടീലോമറിക് റീജിയൻ കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു എൻഡ് റീജിയനിൽ എപ്പോഴും TTAGG എന്ന് പറയുന്ന ഒരു സീക്വൻസാണ് കാണപ്പെടുന്നത്. സോ ഈ സീക്വൻസിന് ഓപ്പോസിറ്റായിട്ടുള്ള സീക്വൻസാണ് ടീലോമറേസ് എൻസൈമിനുള്ളത്. അപ്പോൾ ഈ ഒരു ടീലോമറേസ് എൻസൈം ഈ ഒരു സീക്വൻസിൽ വന്നിട്ട് അവിടെ ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പാരൻറ്റ് സ്ട്രാൻഡിന് ഓപ്പോസിറ്റായിട്ടുള്ള ആ ഒരു ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു ഓവർ ഹാങ്ങിങ് കുറച്ചും കൂടി നീക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാം ഒരു റെഡ് കളറ് കാണിച്ചേക്കുന്നത് ഇപ്പോൾ ഈ ടീലോമറേസ് എൻസൈം ആഡ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ്സിനെയാണ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുമ്പോൾ പാരൻറ്റ് സ്ട്രാൻഡ് വീണ്ടും ഓവർ ഹാങ് ചെയ്ത് കുറച്ചും കൂടി കൂട്ടുന്നുണ്ട്. സോ ഇത് കഴിയുമ്പോൾ ഈ ഒരു ഡോട്ടർ സ്ട്രാൻഡ് ഇവിടെ 5' എൻഡ് ആണല്ലോ. അപ്പോൾ ഇനി 3' എൻഡിൽ നിന്ന് മാത്രമേ ഈ ഒരു ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 5' എൻഡ് ആയതുകൊണ്ട് അപ്പുറത്ത് പ്രൈമറിനെ ആഡ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, 5' എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ രണ്ടാമത്തെ പ്രൈമറിനെ ആ ഡോട്ടർ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഏറ്റവും താഴത്തായിട്ട് റെഡ് കളറ് അതാണ് പ്രൈമർ. ആ പ്രൈമറിനെ ആഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ വീണ്ടും ഒരു ഓവർ ഹാങ്ങിങ് ഉണ്ട്. ആ ഒരു പാരൻ്റൽ സ്റ്റാൻഡിന് ഒരു ഓവർ ഹാങ്ങിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓവർ ഹാങ്ങിങ് ചിലപ്പോൾ എൻഡോന്യൂക്ലിയസ് വന്നിട്ട് അത് ക്ലീവ് ചെയ്ത് കളഞ്ഞേക്കാം. എന്നാലും കോഡിങ് റീജിയനിലൊന്നും പറ്റുന്നില്ല. നമുക്ക് കാണാം ആ ഒരു ബ്ലൂ കളറാണ് കോഡിങ് റീജിയൻ, റെഡ് കളറാണ് ടീലോമറേസ് എൻസൈം വന്ന് ആഡ് ചെയ്ത ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ഓവർ ഹാങ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു റെഡ് കളർ റീജിയനാണ്. അപ്പോൾ അവിടെ കട്ട് ചെയ്താലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ആ ഒരു DNA ഡാമേജോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇതാണ് ടീലോമറിക് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ. ഇനി പറയാൻ പോകുന്നത് ഡി-ലൂപ്പ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ. ഇതും യൂണിഡയറക്ഷണൽ പ്രോസസ്സാണ്. സർക്കുലർ DNA ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺഡ്രിയയിലേക്കാണ് ഇത് കൂടുതൽ നടക്കുന്നത്. അതേപോലെ ഇതിനെ സ്ട്രാൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നു. സോ ഇതെന്ന് പറയുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ആ ഓരോ സ്റ്റാൻഡിനും സെപ്പറേറ്റ് ഒറൈസി സൈറ്റ് ഉണ്ട്. ഒരു സ്റ്റാൻഡിനെ ഹെവി സ്റ്റാൻഡ് എന്നും മറ്റൊരു സ്റ്റാൻഡിനെ ലൈറ്റ് സ്റ്റാൻഡ് എന്നുമാണ് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറൈസി സൈറ്റിൽ ഇനിഷ്യേറ്റർ പ്രോട്ടീനിലേക്ക് ഹെലിക്കേസ് വന്ന് അൺവൈൻഡിങ് ചെയ്ത് തുടങ്ങി പ്രൈമേസിനെ ആഡ് ചെയ്ത് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് അവിടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കുന്ന റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹെവി സ്റ്റാൻഡിൻ്റെ ഒറൈസി സൈറ്റിൽ നിന്നാണെങ്കിലും അവിടെ ലൈറ്റ് സ്റ്റാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡാണ് ഇവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് സ്റ്റാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ഉണ്ടാക്കി ആ ഒരു 2/3 എത്തുമ്പോൾ, ആ ഒരു റെപ്ലിക്കേഷൻ്റെ 2/3 എത്തുമ്പോൾ അവിടെ ലൈറ്റ് സ്റ്റാൻഡിൻ്റെ ഒറൈസി സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഓപ്പോസിറ്റായിട്ട് ഹെവി സ്റ്റാൻഡിൻ്റെ റെപ്ലിക്കേഷൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ആരോ കാണാം.
അവിടെ നിന്ന് ഹെവി സ്ട്രാൻഡിൻ്റെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെവി ആൻഡ് ലൈറ്റ് സ്ട്രാൻഡിൻ്റെ റെപ്ലിക്കേഷൻ കഴിഞ്ഞ് രണ്ട് സെപ്പറേറ്റ് സർക്കുലർ ഡബിൾ സ്ട്രാൻഡ് DNA ആവുന്നുണ്ട്. ഡി ലൂപ്പ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഹെവി സ്ട്രാൻഡിൻ്റെയും ലൈറ്റ് സ്ട്രാൻഡിൻ്റെയും റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ DNA ആവുന്നുണ്ട്.